ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി അല്പസമയത്തിനകം സംസ്ഥാനത്തെത്തും. എറണാകുളം നഗരത്തിൽ അദ്ദേഹം ഇന്ന് റോഡ് ഷോയിൽ പങ്കെടുക്കും. ഷിപ്പിംഗ്, ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ കൊച്ചിയിൽ തുടക്കം കുറിക്കും. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിംഗിൽ ഒന്നാമതെത്തി കേരളം. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായ പുതിയ പാഠപുസ്തകങ്ങൾക്ക് സംസ്ഥാനത്ത് അംഗീകാരമായി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗ്ഗം ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്ക് പുറപ്പെടും. തുടർന്ന് എറണാകുളം നഗരത്തിൽ നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. മഹാരാജാസ് കോളേജ് ഗ്രൌണ്ട് മുതൽ എറണാകുളം ഗസ്റ്റ് ഹൌസ് വരെയുള്ള റോഡ് ഷോയിൽ 1.5 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്നുണ്ട്. നാളെ ഹെലികോപ്റ്റർ മാർഗ്ഗം ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഗുരുവായൂർ, തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ഗുരുവായൂരിൽ മുൻ എം പി സുരേഷ് ഗോപിയുടെ മകളുടേതുൾപ്പെടെ 4 വിവാഹ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും. പിന്നീട് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടക്കുന്ന ചടങ്ങിൽ തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ കപ്പൽ അറ്റകുറ്റപ്പണിക്കായുള്ള അന്താരാഷ്ട്ര കേന്ദ്രം, പുതിയ ഡ്രൈ ഡോക്ക്, പുതുവൈപ്പിനിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് 1800 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ഡ്രൈ ഡോക്ക് കരുത്തുറ്റ ഗ്രൌണ്ട് ലോഡിംഗ് സൌകര്യത്തോടു കൂടിയതാണ്. കൊച്ചിയെ കപ്പൽ അറ്റകുറ്റപ്പണികളുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുന്ന അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം 970 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുതുവൈപ്പിനിൽ 1236 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച LPG ഇറക്കുമതി ടെർമിനൽ 15400 മെട്രിക് ടൺ സംഭരണ ശേഷിയോട് കൂടിയതാണ്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വൈകുന്നേരം എറണാകുളം മറൈൻ ഡ്രൈവിൽ BJP നേതാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത ശേഷമായിരിക്കും പ്രധാനമന്ത്രി ന്യൂഡൽഹിക്ക് മടങ്ങുക. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രധാനമന്ത്രി നടത്തുന്ന 2ാമത്തെ കേരള സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷ കർശനമാക്കി. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കമിട്ട ശേഷമാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് യാത്ര തിരിച്ചത്. പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്ന കൊച്ചി കപ്പൽശാലയുടെ പുതിയ ഡ്രൈ ഡോക്കും കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായുള്ള അന്താരാഷ്ട്ര കേന്ദ്രവും കൊച്ചിയെ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി മേഖലയിലെ സുപ്രധാന കേന്ദ്രമാക്കി മാറ്റുമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ. ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ ഡ്രൈ ഡോക്കിംഗ് സൌകര്യവും അറ്റകുറ്റപ്പണിക്കായുള്ള കേന്ദ്രവുമാണ് കൊച്ചിയിൽ ഒരുങ്ങുന്നത്. ഇത് സമുദ്രമേഖലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉയർത്തുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേരിട്ടും അല്ലാതെയും 30,000-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം പകരാനും ഇതിലൂടെ സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. അടിസ്ഥാന സൌകര്യ വികസനത്തിനൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്നും കോട്ടയം നഗരസഭയിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047-ൽ ഇന്ത്യയെ ലോകത്തെ ഒന്നാമത്തെ വികസിത രാജ്യമാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കോട്ടയത്തെ തിരുനക്കരയിലും നാഗമ്പടത്തും നടന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിലാണ് ശ്രീ എൽ മുരുകൻ പങ്കെടുത്തത്. വികസിത് ഭാരത് സങ്കൽപ് യാത്രയിലൂടെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ മികച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കൊല്ലം ജില്ലയിൽ PM ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സൌജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടിയ സരസ്വതി തന്റെ സന്തോഷം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. 2024 ആദ്യമായിട്ട് എനിക്ക് സന്തോഷം പങ്കുവയ്ക്കാനുള്ളത്, എനിക്കൊരു ഗ്യാസ് കണക്ഷൻ കിട്ടി. കാരണം ഞാൻ കാഴ്ചയില്ലാത്ത ആളായിരുന്നു. ഇതിപ്പോ കിട്ടിയതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. വിറകടുപ്പിൽ ചെയ്യുമ്പോൾ എനിക്ക് പുകയടിക്കാൻ കണ്ണിനാണ് പ്രധാനം. പിന്നെ എനിക്ക് ശ്വാസം മുട്ടുള്ള ആളായിരുന്നു. പിന്നെ വിറക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു പുതുവർഷത്തിന്റെ സമ്മാനമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. എനിക്ക് പൈസയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇത് അറിഞ്ഞതുകൊണ്ട്, ഞാൻ റേഡിയോയിലൊക്കെ കേട്ടതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് തിരക്കിയതാണ്. അങ്ങനെയാണ് അപേക്ഷ കൊടുത്തത്.
കേന്ദ്ര സർക്കാരിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമത്. വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ 2022ലെ റാങ്കിങ്ങിൽ ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളോടൊപ്പമാണ് കേരളം ഒന്നാം സ്ഥാനം പങ്കിട്ടത്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾക്കുള്ള അംഗീകാരമാണ് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പുതിയ പാഠപുസ്തകങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സ്കൂൾ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകി. 1, 3, 5, 7, 9 ക്ലാസുകളിലായി തയ്യാറാക്കിയ 173 ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുന്നതോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും. ശാസ്ത്രബോധം, ലിംഗ അവബോധം, പോക്സോ നിയമങ്ങൾ, കൃഷി, ജനാധിപത്യ മൂല്യങ്ങൾ, മതനിരപേക്ഷത എന്നിവ പാഠപുസ്തകങ്ങളുടെ ഭാഗമാണ്. പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധ മൂലം 13 പശുക്കളെ നഷ്ടപ്പെട്ട തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് ആശ്വാസമേകി സംസ്ഥാന സർക്കാർ. KLDBയുടെ മാട്ടുപ്പെട്ടി ഫാമിൽ നിന്നും എത്തിച്ച അത്യുൽപാദന ശേഷിയുള്ള HF ഇനത്തിൽപ്പെട്ട ഗർഭിണികളായ 5 പശുക്കളെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കുട്ടികൾക്ക് കൈമാറി. പൂർണ്ണമായും ഇൻഷുർ ചെയ്ത പശുക്കളെയാണ് നൽകിയത്. കേന്ദ്രത്തിനെതിരെ സിപിഎമ്മിനോടൊപ്പം സമരം ചെയ്യാനായിരുന്നുവെങ്കിൽ നവകേരള സദസ്സിനെ കോൺഗ്രസിന് സ്വാഗതം ചെയ്താൽ പോരായിരുന്നുവോ എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരത്തിന് പ്രതിപക്ഷ കക്ഷികളെയും സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രിയുടെ നടപടിയെ തിരുവനന്തപുരത്ത് വിമർശിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കരുവന്നൂരിലെ ED കണ്ടെത്തലിൽ വ്യവസായ മന്ത്രി P രാജീവ് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ശ്രീ വി മുരളീധരൻ ചോദിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഇന്നലെ രജിസ്റ്റർ ചെയ്ത പുതിയ 2 കേസുകളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. DGP ഓഫീസിലേക്കുള്ള മാർച്ചുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ ജില്ലാ കോടതി നാളെ പരിഗണിക്കും. നേരത്തെ റിമാൻഡിലായ കേസിൽ ജാമ്യം കിട്ടാത്തതിനാൽ രാഹുൽ ജയിലിൽ തുടരും. പൂന്തറ ചർച്ച് മുതൽ ചെറിയമുട്ടം വരെയുള്ള 700 മീറ്റർ ദൂരത്തിൽ ജിയോ ട്യൂബ് ഉപയോഗിച്ചുള്ള ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ നിർമ്മാണം 5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. പൂന്തറയിലെ 2ാം ഘട്ട ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ ബംഗളൂരുവിൽ നടക്കും. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. ഇതോടെ 3 മത്സരങ്ങളുള്ള പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 199 പോയിന്റ് കുറഞ്ഞ് 73,129ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 22,032ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 5,805 രൂപയും പവന് 46,440 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി അല്പസമയത്തിനകം സംസ്ഥാനത്തെത്തും. എറണാകുളം നഗരത്തിൽ അദ്ദേഹം ഇന്ന് റോഡ് ഷോയിൽ പങ്കെടുക്കും. ഷിപ്പിംഗ്, ജലഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ കൊച്ചിയിൽ തുടക്കം കുറിക്കും. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തി കേരളം. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായ പുതിയ പാഠപുസ്തകങ്ങൾക്ക് സംസ്ഥാനത്ത് അംഗീകാരമായി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.